ഭാരതപ്പുഴയുടെ തീരത്ത് മഞ്ചാടി എന്ന വിളിപ്പേരുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ദേശാടന പക്ഷികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് എന്നറിഞ്ഞപ്പോഴാണ് അങ്ങോട്ടൊരു ദിവസം പോവണമെന്ന് തീരുമാനിച്ചത്. പുലർച്ചെ തന്നെ ക്യാമറയും എടുത്തിറങ്ങി. മഞ്ചാടി എന്ന സ്ഥലത്തെത്തി. റോഡരികിൽ കാർ പാർക്ക് ചെയ്തു. പുഴയുടെ അടുത്തേക്ക് നടന്നു. പുഴയുടെ വെള്ളമില്ലാത്ത ഒരു ഭാഗത്തായാണ് ഞാനെത്തിയത്. പക്ഷികളെ പ്രതീക്ഷിച്ചെത്തിയ എനിക്ക് നിരാശയാണുണ്ടായത്. കുറച്ച് കോമൺ ബേർഡ്സ് ഒഴികെ ദേശാടന പക്ഷികളെ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും വന്നതല്ലേ, പുഴയിലെ മണലിൽ കുറച്ച് നടക്കാമെന്ന് കരുതി കുറച്ചു ദൂരം നടന്നപ്പോൾ പുഴയിൽ മണൽ കോരിയ ഭാഗത്തായി വെള്ളം കെട്ടിനിൽക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളം കണ്ടു. അതിലേക്ക് ഒരു മരം ഒഴുങ്ങി വന്നു കിടക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരക്കൊമ്പുകൾ ഉള്ളതുകൊണ്ട് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനും കുളിക്കാനും പറ്റിയ സ്ഥലം. എന്നാൽ ഇവിടെ കുറച്ചുനേരം ഹൈഡായി ഇരിക്കാൻ തീരുമാനിച്ചു. ഫോട്ടോസ് എടുക്കാൻ അനുകൂലമായ വെളിച്ചമുള്ള സ്ഥലം നോക്കി ഞാൻ ഇരിപ്പുറപ്പിച്ചു. കരുതിയ പോലെ തന്നെ കൊമ്പിൽ 2 പക്ഷികൾ വന്നു. ബുഷ് ചാറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ. മുമ്പ് പടമെടുത്തതാണെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതിനാൽ ഞാൻ ബുഷ് ചാറ്റിന്റെ ഫോട്ടോസ് എടുത്തു തുടങ്ങി. പതിയെ വേറെയും പക്ഷികൾ വന്നു തുടങ്ങി. കൂടുതലും കോമൺ ബേർഡ്സ്. എനിക്ക് ബോറടിച്ചു തുടങ്ങി. 1 മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. അതിനാൽ ഈ ഇരുത്തം ഫലപ്രദമാവാൻ സാധ്യതയില്ല എന്നെനിക്ക് ഉറപ്പായി. അടുത്ത സ്പോട്ടിലേക്ക് നടക്കാനായി ഞാൻ എണീക്കുമ്പോഴാണ് മരക്കൊമ്പിൽ ഒരു പച്ചനിറം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉണങ്ങി ദ്രവിക്കാനായ ആ മരത്തിൽ എന്തായിരിക്കും പച്ചനിറമെന്നറിയാൻ എനിക്ക് ആകാംക്ഷയായി. ഞാൻ ഇരിക്കുന്നിടത്തു നിന്നും എണീറ്റ് അതിനടുത്തേക്കെത്താൻ ശ്രമിച്ചു. ആ കൊമ്പിനടുത്തേക്കെത്താൻ വെള്ളം ചവിട്ടേണ്ടി വരും. ഷൂസ് നനയ്ക്കാൻ മനസ്സനുവദിച്ചില്ല. ലെൻസിലൂടെ സൂം ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. ലെൻസിലൂടെ നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. ക്യാമറ വ്യൂ ഫൈൻഡറിലൂടെ നോക്കി വീണ്ടും വീണ്ടും ഞാൻ എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു പച്ചിലപ്പാമ്പ് ആമയുടെ തല വിഴുങ്ങി കിടക്കുകയാണ്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പില്ലാഞ്ഞതിനാൽ ഞാൻ ക്യാമറ ട്രിഗറിൽ അമർത്തി കുറച്ച് പടങ്ങൾ എടുത്തു തുടങ്ങി. നിറയെ മരച്ചില്ലകളായതിനാൽ നല്ലൊരു ഫ്രെയിം കിട്ടുന്നില്ല. ഷൂസ് നനഞ്ഞാലും വേണ്ടില്ല, ഇതുപോലൊരു അവസരം ജീവിതത്തിൽ ഇനി കിട്ടില്ല. ഞാൻ ആ കൊമ്പിനടുത്തേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. പ്രതീക്ഷ തെറ്റിയില്ല. നല്ല ചളിയുള്ള ഭാഗത്താണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഒരുവിധം നല്ല ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അധികം മരച്ചില്ലകളുടെ തടസ്സങ്ങളില്ലാതെ അവിടെ നിന്നും കുറച്ച് പടങ്ങളെടുത്തു. ആകെ എന്തോ അമ്പരപ്പിലാണ് ഞാൻ. ഈ പാമ്പ് എങ്ങനെ ഈ ആമയെ കഴിക്കും? ആമ പാമ്പിന്റെ വായിൽ കിടന്ന് ചത്തിട്ടുണ്ടാകുമോ? ഇത്ര വലിയൊരു ആമയെ കഴിക്കാൻ പറ്റാതെ ഈ പാമ്പ് മരിക്കുമോ? എനിക്ക് ആകെ ഒരു നിസ്സഹായാവസ്ഥ. പടങ്ങളെടുക്കുന്നതിനിടയിൽ ആമയെ മാത്രം സൂം ചെയ്തു നോക്കിയപ്പോൾ ആമയുടെ തല പാമ്പിന്റെ വായിൽ അകപ്പെട്ടതിനാൽ ആമ മരിച്ചു എന്ന് മനസ്സിലായി. ആമയെ വിഴുങ്ങാൻ കഴിയാതെ പാമ്പും മരിക്കാൻ പോകുകയാണെന്ന് എനിക്കുറപ്പായി. സമാനമായ പല സാഹചര്യങ്ങളിൽ മുൻപും ഇതുപോലെ പച്ചിലപ്പാമ്പ് ഇരവിഴുങ്ങി കഴിക്കാനാവാതെ ചത്തുപോയ കഥകൾ കേട്ടിട്ടുണ്ട്. എന്തു ചെയ്യണം? എനിക്കൊരു പിടിയുമില്ലാതെയായി. പാമ്പിനെ കൂടെ മരണത്തിലേക്ക് വിടാൻ മനസ്സനുവദിച്ചില്ല. പാമ്പിന്റെ വായിൽ നിന്നും ആമയെ വിടുവിക്കണം, പാമ്പിനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പച്ചിലപ്പാമ്പല്ലേ, കടിച്ചാലും വിഷമുണ്ടാവില്ലല്ലോ. പാമ്പിനെ പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. ക്യാമറ സേഫാക്കിയതിനു ശേഷം പതിയെ ഞാൻ ആ കൊമ്പിനടുത്തേക്ക് നീങ്ങിച്ചെന്നു. പാമ്പിനെ പിടിച്ചു. പാമ്പ് തന്റെ ശരീരം മരച്ചില്ലകളിൽ വരിഞ്ഞു മുറുക്കിയാണ് കിടക്കുന്നത്. അതുകൊണ്ടുതന്നെ പാമ്പിന്റെ വാൽഭാഗമൊന്നും എനിക്ക് കയ്യിൽ കിട്ടിയില്ല. കിട്ടിയ ഭാഗം വെച്ച് ഞാൻ പാമ്പിനെ പിടിച്ചു. മരക്കൊമ്പിൽ നിന്നും പാമ്പിലെ എടുത്ത് അധികം ചില്ലകളില്ലാത്ത മറ്റൊരു കൊമ്പിലേക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ എനിക്ക് നല്ല ഫോട്ടോസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില്ലകളൊന്നുമില്ലാതെ ഞാനൊരു ഫോട്ടോ എടുത്തു. ഇനി പാമ്പിന്റെ വായിൽ നിന്ന് എങ്ങനെ ആമയെ വിടുവിക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആമ പാമ്പിന്റെ വായിൽ നിന്നും താഴെ വീണു. അടുത്ത നിമിഷം പാമ്പ് തന്റെ ശരീരം ഒരു വടി പോലെ ഉയർന്നു നിന്ന് എന്നെ നോക്കുന്നു. പണി പാളിയോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ആമയെ വിടുവിച്ചത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നായി എനിക്ക്. പുള്ളി കലിപ്പിലാണ്. എന്നാലും പാമ്പിന്റെ ആ നിൽപ്പും ഞാൻ പടമാക്കി. വിശക്കുന്നവന്റെ വായിൽ നിന്നും ഭക്ഷണം തട്ടിയെടുത്ത ദുഷ്ടനാണ് നീയെന്ന് എന്റെ മനസ്സ് പറയുന്നതുപോലെ എനിക്ക് തോന്നി. വിശപ്പിനേക്കാൾ വലുതല്ലേ മരണം? മരണത്തിൽ നിന്നും ഒരു ജീവനെയെങ്കിലും എനിക്ക് രക്ഷിക്കാനായില്ലേ? അപ്പോ ഞാനത്ര ദുഷ്ടനല്ല എന്ന് ഞാൻ എന്റെ മനസാക്ഷിയോട് മറുപടി പറഞ്ഞു. ഫോട്ടോസ് എടുത്തു. ഇനി പുള്ളിയെ അധികം ശല്യം ചെയ്യുന്നതിൽ കാര്യമില്ല. ഞാൻ തിരിഞ്ഞു നടന്നു. കുറച്ചു ദൂരം നടന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും പാമ്പ് ഞാൻ പോകുന്ന ദിശയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയൂ എന്നെന്റെ മനസ്സെന്നോട് ചോദിക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഇല്ല, പാമ്പെങ്കിലും ജീവനോടെ ബാക്കിയായല്ലോ, അതുതന്നെ ആശ്വാസം. ദുഃഖവും സന്തോഷവും കൂടി കലർന്ന സമ്മിശ്രമായ അവസ്ഥയിൽ ഞാൻ തിരിച്ചുപോന്നു.